എം.എസ്. അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഇത്തരത്തിൽ ഡോട്ട് സ്ക്വാഡിന്റെ അടക്കം പരിശോധന പുരോഗമിക്കുകയാണ്. മൃതദേഹം കണ്ടെത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ അവിടെയുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത്. അത്തരത്തിൽ 4 സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? തീർച്ചയായും കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയ തെരച്ചിലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കാരണം ആകമാനം നടത്തിയ തെരച്ചിലിൽ പല സമയത്തും ഒരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൃത്യമായ ലീഡ് കിട്ടുന്ന ഇടങ്ങളിൽ പരിശോധന നടത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ മുണ്ടക്കൈ ഭാഗത്താണ്. ഇവിടെ ഈ ഒരു ഗൌരവത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഒരു ജീവന്റെ കണിക പോലെയുള്ള റഡാർ സിഗ്നൽ ലഭിച്ച ആ ബ്ലൂ ഗ്രാഫ് ലഭിച്ച സ്ഥലമാണിത്. ആ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് വീണ്ടും ഇപ്പോൾ ഒരു പരിശോധന നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അങ്ങോട്ട് മാധ്യമങ്ങളെ അടക്കം കടത്തിവിടുന്നില്ല. ഉദ്യോഗസ്ഥർ അവിടെ ഇരിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. പലവട്ടം അവരവിടെ പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. അല്പം ഗൌരവമുള്ള ഒരു പരിശോധന അവിടെ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടേക്ക് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പൂർണ്ണമായിട്ടും പ്രവേശനമില്ല. അതുവഴി കടന്നു പോകുമ്പോൾ പോലും ഉപകരണങ്ങൾ ഓഫ് ചെയ്യണമെന്ന് നേരത്തെ ആർമി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും എന്തെങ്കിലും തുമ്പുകളുടെ അടിസ്ഥാനത്തിലാണോ ആ പരിശോധന എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോഴും വ്യക്തതയില്ല. റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധന തന്നെയാണ് ആ ഭാഗം കേന്ദ്രീകരിച്ച് കുറച്ചധികം സമയമായി നടത്തുന്നത് എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു സ്ഥലം പുഞ്ചിരിവട്ടം ഭാഗത്താണ്. അവിടെ സന്നദ്ധ പ്രവർത്തകർ ഈ തെരച്ചിലിനിടെ രൂക്ഷമായ ഗന്ധം നേരിട്ടു എന്ന് പറഞ്ഞു. ഇതേ തുടർന്ന് മറ്റുള്ള ആളുകളെ അറിയിക്കുകയും അവിടെ വന്ന് ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ അടക്കം ഉപയോഗിച്ചുള്ള ആഴത്തിൽ കുഴിച്ചുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് കൂടി ഈ തെരച്ചിൽ നടക്കുന്നുണ്ട് എന്നാണ് അട്ടമല ഭാഗത്ത്. തമിഴ്നാട് ഫയർഫോഴ്സിന്റെ ഡോഗ് സ്ക്വാഡ് പരിശോധനയിൽ മൃതശരീരം കണ്ടെത്താൻ സാധ്യതയുള്ള ഒരു സാധ്യത പറഞ്ഞു. ഇതേ തുടർന്ന് 4 പ്രദേശങ്ങൾ അവിടെ മാർക്ക് ചെയ്ത ശേഷം അവിടെ പരിശോധനകൾ നടക്കുകയാണ്. അവിടത്തേക്ക് കൂടുതൽ യന്ത്ര സംവിധാനങ്ങളും മറ്റൊക്കെ എത്തിച്ചാണ് അവിടെ പരിശോധന നടക്കുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾക്ക് ഈ മുണ്ടക്കൈ ഭാഗത്ത് നടത്തുന്ന റഡാർ പരിശോധനയുടെ കുറച്ചുകൂടെ വ്യക്തതയുള്ള ഒരു ദൃശ്യങ്ങൾ ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഉദ്യോഗസ്ഥർ ഇരിക്കുകയും ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഭാഗത്ത് തന്നെയായി ആ ഉദ്യോഗസ്ഥർ കുറച്ചധികം നേരമായി സമയം ചെലവഴിക്കുന്നുമുണ്ട്. അതിനോട് തൊട്ട് താഴെയുള്ള ഭാഗത്താണ് ഈ കഴിഞ്ഞ ദിവസം ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്നുള്ള ചില പരിശോധനകൾ നടത്തുകയും പിന്നീട് അത് ഇല്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. എന്തായാലും തെരച്ചിൽ ഇത്തരത്തിൽ പുരോഗമിക്കുന്നു. ഇപ്പോൾ 4 ഇടങ്ങളിലായി അട്ടപ്പള്ളത്തെ 4 സ്ഥലം മാർക്ക് ചെയ്തുള്ള പരിശോധന, ഒപ്പം പുഞ്ചിരി മട്ടത്തുള്ള പരിശോധന, ഒപ്പം ഇവിടെ ഈ റഡാർ പരിശോധന. ഇത്തരം പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ദൌത്യത്തിൽ ഇന്നലെ മൃതദേഹമൊന്നും ഈ സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഏത് ദിവസവും ഈ ദൌത്യം വേണമെങ്കിൽ അവസാനിപ്പിക്കാം എന്ന ഒരു രീതിയിലേക്കുള്ള ചർച്ചകൾ പോലും ഒരു വശത്ത് പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും ചില സൂചനകൾ ലഭിക്കുകയും തെരച്ചിൽ കുറച്ചുകൂടി ഈ മേഖലകളിൽ കൃത്യമായ ഫോക്കസ് ചെയ്ത ഈ പ്രദേശങ്ങളിൽ തെരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കയിലും ചൂരമലയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ ഇത്തരത്തിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കയിലെ കാഴ്ചകൾ, വിവരങ്ങളാണ് അനീഷ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്ന് നമുക്ക് പറയാം. കാരണം വ്യാപകമായ തെരച്ചിലിൽ നിന്ന് കൂടുതലായി മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അത്തരത്തിൽ സമീപവാസികൾ, പ്രദേശവാസികൾ, ഉറ്റവരൊക്കെ പറയുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിക്കുന്നു. അതോടൊപ്പം ഡോഗ് സ്ക്വാഡ് കണ്ടെത്തിയ സ്ഥലങ്ങൾ പരിശോധിക്കുന്നു. അത്തരത്തിൽ കുറെ കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനടിയിലെ മനുഷ്യ സാന്നിധ്യം ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അടക്കമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാണാതായത് 200-ലധികം ആളുകളാണ് എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്കുകളിൽ പറയുന്നത്. അതിനപ്പുറം ആ കണക്കുകൾ ചെന്നെത്തിയേക്കാം എന്നുള്ള ആശങ്ക കൂടി ഉദ്യോഗസ്ഥർ ഇതിനിടയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കാണാതായ എല്ലാവരെയും കണ്ടെത്തുക എന്നുള്ള ദൗത്യവും ലക്ഷ്യവുമാണ് മുന്നിലുള്ളത് എന്നുള്ളത് നേരത്തെ ജനപ്രതിനിധികളൊക്കെ മാധ്യമങ്ങളോട് കണ്ടപ്പോൾ പറയുകയുണ്ടായി. എത്ര നാൾ വേണമെങ്കിലും ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാം, എത്ര നാൾ നീട്ടിക്കൊണ്ടുപോയാലും ആ രക്ഷാദൌത്യം യഥാക്രമം കൃത്യമായി പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള ലക്ഷ്യം. അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പൊക്കൊണ്ടുമിരിക്കുന്നത്. ഇപ്പോൾ അനീഷിനൊപ്പം ഒരു ഇതിനകത്തേക്ക് ഏകദേശം 7000 കിലോമീറ്റർ നടന്നിട്ടാണ് വരുന്നത്. ഒരുപാട് പാസ്പോർട്ടുകൾ, കാര്യങ്ങൾ, പേപ്പറുകളൊക്കെ ഇവിടുന്ന് കിട്ടി. അതൊക്കെ മുകളിലുള്ള മദ്രസയിലുള്ള ഓഫീസിൽ ഏൽപ്പിച്ച് ഭക്ഷണമൊന്നുമില്ല. അവിടെ കുറച്ച് ബ്രെഡുകളുണ്ട്, അതിന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിച്ചതിന് ശേഷമാണ് കണ്ടത്. അതിന് ബാക്കി കളഞ്ഞ്
ഇനി വെള്ളം തക്കണം, ഇത് കുടിച്ച് 7 കിലോമീറ്റർ കൂടി താഴത്തേക്ക് ഇറങ്ങണം. ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നലെ വരെ ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിരുന്നു, ഇന്ന് എന്താണെന്നറിയില്ല. ഈ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം നൽകുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ ഒരു സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ തൊഴിലുകളും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അവർക്ക് തരാൻ പറ്റില്ലെങ്കിൽ അവർ തരണ്ട. ഞങ്ങളെ സേവനം ചെയ്യും എന്തായാലും. ഓക്കെ. എന്തായാലും രക്ഷാപ്രവർത്തനം നടത്തിയ ഒരാളാണ് അദ്ദേഹം. ഭക്ഷണം വന്നിട്ടില്ല. ആ മദ്രസയിലിരുന്ന ബ്രെഡ് എടുത്ത് കഴിച്ചപ്പോൾ അത് പൂത്ത ബ്രെഡായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഇവരും ഒക്കെ ഇത് കഴിഞ്ഞിട്ട് വരുന്നത്. കഴിഞ്ഞോ രക്ഷാപ്രവർത്തനം? ഇപ്പൊ രാവിലെ തൊട്ട് 7 മണി തൊട്ട് മേലയില് തെരച്ചിൽ നടത്തിയിട്ട് കുറച്ച് ആധാരങ്ങളും കുറച്ച് മൃഗങ്ങളുടെ ശവങ്ങളൊക്കെ ഇതായിട്ട് കിട്ടി. എന്നിട്ടിപ്പോൾ എല്ലാം അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, മറ്റേ ആധാരങ്ങളും മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ. എന്നിട്ടിപ്പോൾ താഴേക്ക് ഇനി 66 പേരുണ്ട് നമ്മൾ FTPന്റെ. അപ്പൊ ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ. ഭക്ഷണം കിട്ടി, നമ്മളെല്ലാവർക്കും കിട്ടി. ഓക്കെ. ഇവർ മേലെ പരിശോധന നടത്തിയ ആളുകളാണ്. അവർക്കവിടെ ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. അവർ ഭക്ഷണപ്പൊതികളുമായാണ് വരുന്നത്. മറ്റു ചില ആളുകൾ ഈ മേഖലയിൽ പരിശോധന നടത്തിയ ആളുകളാണ് ഭക്ഷണം ലഭിച്ചിട്ടില്ലെന്ന പരാതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അവർ താഴേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. അനീഷ, അവിടെ ഇവിടെ ചില പരാതികളൊക്കെ ഉയരുന്നത് ഈ ഘട്ടത്തിൽ സ്വാഭാവികമാണ്. എനിക്ക് തോന്നുന്നു, അതായത് ഈ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ഭക്ഷണം വിതരണം നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ അവർക്ക് എത്തണമെങ്കിൽ പോലും ഒരുപാട് നടന്ന് എത്തേണ്ട ഒരു പ്രയാസം കൂടിയുണ്ട് അല്ലേ? ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് കൃത്യമായി ഭക്ഷണം കിട്ടുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലേ? തീർച്ചയായും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ വരുന്ന ആളുകളൊക്കെ ഭക്ഷണപ്പൊതിയുമായാണ്, ഒരു കയ്യിൽ ഭക്ഷണവും മറ്റൊരു കയ്യിൽ വെള്ളവുമായാണ് വരുന്നത്. ചില മേഖലകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അത് പലയിടങ്ങളിലായാണ് ഈ പ്രവർത്തകർ, ഈ സന്നദ്ധ പ്രവർത്തകർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നേരത്തെ ഈ മുകളിലൊക്കെ കയറി ചില പ്രത്യേക ആളുകളൊക്കെ ഭക്ഷണം കൊടുക്കാനൊക്കെ എത്തുമായിരുന്നു. പക്ഷേ അത്തരം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒറ്റപ്പെട്ടതായാലും ചില മേഖലകളിൽ നിന്നുള്ള പരാതികൾ ഉയർന്നു വരുന്നത്. എന്തായാലും ദൌത്യം ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്കൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊന്നും കാര്യമായ പ്രസക്തി ഇല്ലെന്ന് പറയാം. ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അധികൃതർ സമയോചിതമായി കൈക്കൊള്ളുമെന്ന് നമുക്ക് കരുതാം. തീർച്ചയായും. ഒരു കാര്യം പറയാതെ വയ്യ അനീഷ്, വളരെ പ്രശംസനീയമാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. എത്രത്തോളം സന്നദ്ധ സംഘടനകളാണ്, എത്രത്തോളം പ്രവർത്തകരാണ് ഈ ഔദ്യോഗിക സേനാംഗങ്ങൾക്ക് പുറമെ അവിടേക്ക് എത്തിയിരിക്കുന്നത്. നോക്കൂ, എത്രത്തോളം ആളുകളാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച ആ ഒരു പ്രവർത്തകൻ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ തൊഴിലൊക്കെ ഉപേക്ഷിച്ചാണ് അവരവിടേക്ക് ഈ ജനതയ്ക്കായി, അവരെ ചേർത്ത് പിടിക്കാനായി, അവരെ കരകയറ്റാനായി ആ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ ഏത് കൊടിയാണ് പിടിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഏത് ആരാധനാലയത്തിലാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊന്നും അവർക്ക് വിഷയമല്ല. ഇപ്പോൾ നമുക്ക് കാണാം, ഒരു കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂരയ്ക്ക് മുകളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഏതാനും യുവാക്കളെ കാണാം. അവരുടെ സമീപത്ത് തന്നെ ചെളി പറ്റിയ ബൂട്ടുകളുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് അവർ വെറും നിലത്തിരുന്ന് അവരുടെ കാലുകളിൽ നോക്കുക, എത്രമാത്രം അഴുക്കും ചെളിയും പുരണ്ടിരിക്കുന്ന കാലുകളാണ് അവർക്കുള്ളത്. പക്ഷെ ഇതൊക്കെ വെച്ചിട്ടും അവർ ഈ ഭൂമിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണല്ലേ. ഇതൊരു വല്ലാത്ത അനുഭവമാണല്ലേ. നിങ്ങൾ വീട്ടിലൊക്കെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നവർ മറ്റു ഹോട്ടലിൽ പോയി ഇവിടെ വന്ന് കൈ പോലും കഴുകാൻ പലപ്പോഴും പറ്റാറില്ല. അതെ. ഇത് നമ്മളെ കൂട്ടത്തിലുള്ള കുറെ മനുഷ്യന്മാർക്ക് ഉണ്ടായ ഒരു ദുരിതത്തിൽ നമ്മളതിൽ പങ്കുചേരുകയാണല്ലോ. അപ്പൊ ആ നിലയിൽ പിന്നെ നമ്മളിതിൽ ഓക്കെയാണ്. ഇതിൽ നമുക്ക് ഭയങ്കര വിഷമമല്ല, അതായത് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിൽ വിഷമമല്ല. നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരെ തെരയാണ് നമ്മൾ. ആ നിലയിലുള്ള തെരച്ചിൽ നമ്മൾ പരമാവധി നടത്തിയിട്ടുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ അതിനു മുമ്പാണ് ഫുഡ് രാവിലെ ചെറിയ ഇടവേള മാത്രം, സമയം മാത്രമായിരിക്കും. അതെ. നമ്മള് നേരത്തെ ഫുഡ് നമുക്ക് കിട്ടിയില്ല. അപ്പോ പിന്നെ ഇപ്പാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇതാണ് ഈ ഒരു നേരിയ ഇടവേളയാവും ഇവർക്ക് ലഭിക്കുന്ന. ആ ഇരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം മാത്രമാണ്. ഇതിനുശേഷം കൈ കഴുകി അടുത്ത ദൌത്യത്തിലേക്ക്, അടുത്ത ഇടത്തേക്ക് നീങ്ങുന്ന കാഴ്ച നമുക്ക് ചെറിയ ഇടവേളകൾ മാത്രമാണ് ലഭിക്കുന്നത്. ആ ചെറിയ